പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. I greet you all in the precious name of our Lord and Savior, Jesus Christ. This Sunday is a special Sunday for us. As Achan has already announced, a group of believers, members of Emmanuel Methodist Church, Chennai, are worshiping with us this morning. They are touring Kerala in connection with their church programs, men's fellowship programs and retreat, etc. And they are here this morning to worship with us. And after this service, they will be singing to us a couple of songs. They are all good singers. And I also welcome them to this worship service and to our fellowship. They will be returning to Chennai after today's program. And we are very happy that you are with us. The leader is Advocate Ajit Abraham and, of course, Reverend Jacob Calvin and others. You will be able to meet them after the service. So, welcome. ഇന്ന് രാവിലെ നമ്മുടെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം, ഇന്ന് വായിച്ച വേദഭാഗത്തിൽ ആദ്യ വാക്യങ്ങൾ. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. Matthew's Gospel, chapter 10, verse 37, 38 and 39. ഇന്ന് നമ്മളുടെ ധ്യാനത്തിനായിട്ട് വളരെ രസകരമായ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, റിസ്ക് എന്നാണ്. മലയാളത്തിൽ അതിനെ സാഹസം എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്, അപകട സാധ്യത എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം വളരെ റിസ്ക്കിയാണ് എന്ന് പറയുമ്പോൾ പ്രാണൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്, ഇന്ന് വായിച്ച വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് സാഹസം കാണിക്കുന്നത്, എന്തിനു വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രത്യേക ഫോക്കസ് എന്ന് പറയുന്നത് ടേക്കിംഗ് റിസ്ക് ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിനു വേണ്ടി സാഹസം കാണിക്കുക എങ്ങനെയാണ് എന്ന് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും. ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ അത് വിശദീകരിക്കട്ടെ. നമ്മളുടെ എല്ലാവരുടെയും സാധാരണ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും വിവിധ സന്ദർഭങ്ങളിൽ നമ്മൾ പലതരത്തിലുള്ള സാഹസങ്ങൾ അല്ലെങ്കിൽ റിസ്ക് എടുക്കാറുണ്ട്. അത് വളരെ നമുക്ക് രസകരമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും. നമ്മളെയൊക്കെ കോരിത്തരിപ്പിക്കുന്ന, പുളകം കൊള്ളിക്കുന്ന, ത്രില്ലിംഗ് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ്, അതൊക്കെ വളരെ റിസ്ക്കിയാണ്. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ വളരെ പോപ്പുലറായിരിക്കുന്ന അഡ്വഞ്ചർ സ്പോർട്സ്, അതൊക്കെ ചെറുപ്പക്കാർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ അപകട സാധ്യതയുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വയനാട്ടിൽ ഒരു സ്ഥലം സന്ദർശിക്കുവാൻ എനിക്ക് അവസരമുണ്ടായി. അപ്പോൾ വയനാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ ഓഫ് റോഡ് ടൂറിസം ഉണ്ട്. അത് വാസ്തവത്തിൽ ഒരു റിസ്കി പരിപാടിയാണ്. അന്ന് ഞാനത് പോയപ്പോൾ, കുറച്ചാൾ മുമ്പാണ് പോയപ്പോൾ, ആ ഓഫ് റോഡിൽ കൂടെയുള്ള ഒരു 4-5 കിലോമീറ്റർ പോകാൻ എനിക്ക് അവസരമുണ്ടായി. അന്ന് പോയതിൻ്റെ നടുവേദന ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ ചില കാര്യങ്ങൾ, സാഹസ പ്രവൃത്തികൾ നമുക്ക് രസകരമാണെങ്കിലും ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ ഇങ്ങനെയുള്ള സാഹസിക യാത്രകൾ
ചിലർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈയിടെ ഒരു പെൺകുട്ടി നിങ്ങൾ ന്യൂസ് പേപ്പറിൽ വായിച്ച് കാണും. അവൾ 20 നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ 10-20 സ്റ്റേറ്റ്സിൽ ഒറ്റയ്ക്ക് ഒരു ബുള്ളറ്റിൽ അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു. അത് വളരെ റിസ്ക് പിടിച്ച്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക. അത് കഴിഞ്ഞ് അവൾ മടങ്ങി വന്ന് ഇവിടെ ഇൻ്റർവ്യൂ നടത്തിയതൊക്കെ TV റിപ്പോർട്ട് ചെയ്തു. പിന്നെ വേറെ ചില സാഹസങ്ങൾ ചിലർ കാണിക്കാറുള്ളത് നന്മ ചെയ്യുന്നതിന്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, സാധാരണ നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിക്കുന്നത് പോലെ ചിലപ്പോൾ കുട്ടികൾ വല്ലതും കുഞ്ഞുങ്ങൾ വെള്ളത്തിലൊക്കെ വീഴുമ്പോൾ അപകടം ഉണ്ട്. അപ്പോൾ മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളുകൾ കാണുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൽ ചാടി ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകട സാധ്യത മുമ്പിൽ കാണുമ്പോൾ അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ. അതൊക്കെ വളരെ റിസ്ക്കിയാണ്. പക്ഷേങ്കിൽ അവർ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് അത് അങ്ങനെ പ്രവർത്തിക്കാറുണ്ട്. ചില ആളുകൾ വളരെ റിസ്ക് എടുക്കുന്നത് ദോഷം ചെയ്യാനാണ്. തിന്മയ്ക്ക് വേണ്ടി റിസ്ക് എടുക്കുന്നവരുണ്ട്. വളരെ കുറച്ച് നാൾ മുമ്പ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, കണ്ട ഒരു മൂവിയാണ് മിഷൻ ഇമ്പോസിബിൾ. അത് മിഷൻ ഇമ്പോസിബിളിൻ്റെ അതിൻ്റെ ഫോക്കസ് ഒരു ഡയമണ്ട് മോഷണമാണ്. അതെന്തുമാത്രം റിസ്ക് എടുത്താണ് ആ മനുഷ്യന് ആ ഡയമണ്ട് മോഷ്ടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആളുകൾ പ്രവർത്തിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ പക വീട്ടാനായിട്ട് വളരെ റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഈ കുറച്ച് നാൾ മുമ്പ് പ്രസിഡൻറ്റ് ട്രംപിനോട് ആർക്കോ വിരോധമുണ്ടായിരുന്നു. അദ്ദേഹത്തെ വെടിവെക്കാൻ ശ്രമിച്ചു, വെടിവെച്ചു. അദ്ദേഹത്തിൻ്റെ ചെവിക്കാണ് കൊണ്ടത്. പിന്നെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് അദ്ദേഹത്തെ തന്നെ വെടിവെച്ച് കൊന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള സാഹസിക പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ പല ലക്ഷ്യത്തോടുകൂടെ, പല താല്പര്യത്തോടുകൂടെ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ടേക്കിംഗ് റിസ്ക് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത്, അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, അതെങ്ങനെയാണത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. അതായത് സത്യത്തിനും നീതിക്കും ദൈവരാജ്യത്തിനും വേണ്ടി നമ്മൾ റിസ്ക് എടുക്കുക. അതിന് 2 ഉദാഹരണങ്ങളാണ് ഇന്ന് ബൈബിൾ റീഡിങ്ങിൽ നമ്മൾ കേട്ടത്. ഒന്ന് എസ്തറിൻ്റെ കഥയാണ്. എസ്തറിൻ്റെ ആ സംഭവ കഥ നിങ്ങൾക്കറിയാം. അഹശ്വേരോശ് രാജാവ്, അദ്ദേഹത്തിൻ്റെ മന്ത്രിയുമായിരുന്ന ഹാമാൻ, സൺഡേ സ്കൂളിലൊക്കെ നമ്മളിപ്പോഴും പഠിക്കുന്ന, യഹൂദന്മാരെ മുഴുവനും കൊല്ലുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചതിനുള്ള ശ്രമം ആരംഭിക്കുമ്പോഴാണ് രാജ്ഞി എസ്തേർ അവിടെ ഉണ്ടായിരുന്നു. എസ്തേർ രാജാവിനോട് തൻ്റെ പ്രയാസം ഉണർത്തിക്കുവാൻ ശ്രമിക്കുക. അന്ന് ആ കാലത്ത് അങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കിയാണ്. സ്വന്തം ജീവൻ, രാജ്ഞിയാണെന്നും പ്രധാനപ്പെട്ട ആളാണെന്നൊന്നും കരുതിയില്ല. രാജാവിൻ്റെ കൽപ്പനയ്ക്കെതിരായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുകയാണെങ്കിൽ, അപേക്ഷിക്കുകയാണെങ്കിൽ പോലും അത് മരണത്തിന് പോലും കാരണമാവും. എന്നാൽ എസ്തേർ ആ ഒരു ധൈര്യം കാണിച്ചു. തൻ്റെ ജനത്തെ രക്ഷിക്കാനായി രാജാവിനോട് അത് ഉണർത്തിച്ച സംഭവമാണ് ഇന്ന് ഫസ്റ്റ് ലെസനായിട്ട് നിങ്ങൾ വായിച്ചത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ പാസേജ് തുടർന്നും വീട്ടിൽ ചെന്നൊന്നുകൂടെ വായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ജീവൻ പോലും പണയം വെച്ച് തൻ്റെ ജനത്തിനു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി വാദിച്ച എസ്തേർ, അത് ഒരു ചിത്രമാണ്. ലേഖനത്തിൽ നമ്മൾ വായിച്ച എപ്പഫ്രാദിത്തോസിൻ്റെ കാര്യം. അപ്പോൾ സെൻറ്റ് പോൾ പറയുന്നുണ്ട്, ഈ മനുഷ്യൻ എങ്ങനെയാണ് എന്നെ ശുശ്രൂഷിച്ചത്. അവിടെ പ്രത്യേകിച്ച് ആ ചാപ്റ്ററിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട്, തൻ്റെ പ്രാണൻ കളഞ്ഞ് ശുശ്രൂഷിച്ചതാണ് അദ്ദേഹം. ഈ മനുഷ്യൻ എപ്പഫ്രാദിത്തോസ് ഒരു സിക്ക് പേഴ്സൺ ആയിരുന്നു. അദ്ദേഹത്തിന് പലതരത്തിലുള്ള അസുഖം ഉണ്ടായിരുന്നു, രോഗമുണ്ടായിരുന്നു. എങ്കിലും കർത്താവിനോടുള്ള സ്നേഹം തൻ്റെ പ്രാണനെ പോലും ത്യജിച്ച് എന്നെ ശുശ്രൂഷിച്ചു, സഭയെ ശുശ്രൂഷിച്ചു. ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുകയാണ്, നിങ്ങളവനെ കൈക്കൊള്ളണം. അപ്പോൾ ഇത് ആ മനുഷ്യനെ സംബന്ധിച്ച് തൻ്റെ പ്രാണൻ പോലും കളഞ്ഞ് തന്നെ ഏൽപ്പിച്ച ആ മഹത്വകരമായ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ
സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുവാൻ അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന കാര്യം എന്താണ്? അപ്പോൾ നമ്മൾ പറയായിരിക്കും, ഐ ഓൾവേസ് സ്റ്റാൻഡ് ഫോർ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് എന്ന് നമ്മൾ പറയുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണോ എന്ന് വാസ്തവമായിട്ട് ചിന്തിക്കുക. എന്നാൽ പലപ്പോഴും അങ്ങനെ ആകാതിരിക്കാനായിട്ട് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അങ്ങനെ സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കാൻ കഴിയാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം, വി ഓൾവേസ് വോണ്ട് ടു ബി ഇൻ ദ കംഫർട്ട് സോൺ. എന്ന് പറഞ്ഞാൽ, സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ പ്രാണൻ പോലും നഷ്ടപ്പെടും. ഇപ്പോൾ സർക്കാർ ജോലിയിലൊക്കെ ആണെങ്കിൽ ഭരണകർത്താക്കൾക്കെതിരായിട്ടൊക്കെ പറഞ്ഞാൽ ജോലി പോകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉന്നതസ്ഥരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് അവരനീതി പ്രവർത്തിക്കുമ്പോൾ, അസത്യം പറയുമ്പോൾ, അവർക്കെതിരായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നിശ്ചയമായും അതിൻ്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ജോലി പോവും, പണം പോവും, നമ്മുടെ മാനം പോവും, എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അത് നമുക്ക് ഭയമാണ്. നമുക്കെപ്പോഴും വി ഓൾവേസ് വോണ്ട് ടു ബി ഇൻ ദ കംഫർട്ട് സോൺ. അങ്ങനെ ആരുടെയും ഒരു പിണക്കം പിടിച്ചു പറ്റാൻ ആർക്കും താല്പര്യം. എന്തിനാണ് ഞാൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മിക്കവാറും എല്ലാവരുടെയൊക്കെ നിലപാട് അതായിരിക്കും. വെറുതെ ഞാനായിട്ട് എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാനായിട്ട് ഇത് വിളിച്ചു പറയുന്നത് എന്തിനാണ്? തെറ്റ് കാണുമ്പോൾ അങ്ങ് മിണ്ടാതിരുന്നാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഒരു വലിയ ഒരു പ്രശ്നം. വി ഓൾവേസ് വോണ്ട് ടു ബി ഇൻ ദ കംഫർട്ട് സോൺ. അതൊരു വെല്ലുവിളിയാണ്. രണ്ടാമത്തേത്, പലപ്പോഴും നമ്മൾക്ക് മിണ്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും വി ഡോണ്ട് ഹാവ് ദാറ്റ് സെൻസ് ഓഫ് ജസ്റ്റിസ്. നീതിബോധം നമുക്ക് ചിലപ്പോൾ ഇല്ലാവും. അനീതി കാണിക്കുമ്പോഴും അതിനെ ന്യായീകരിക്കുക, അല്ലെങ്കിൽ അത് അനീതിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കില്ലായിരിക്കും. അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടാകും. സർക്കാരിൻ്റെ തലത്തിലും നമ്മുടെ സമൂഹത്തിലും പള്ളിയിൽ പോലും ഏതെങ്കിലും ഒരു കാര്യം അനീതിയാണ്, ശരിയായിട്ടുള്ള സത്യമല്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ മിണ്ടാതിരിക്കും. അതിന് കാരണം വി ഡോണ്ട് ഹാവ് ദാറ്റ് സെൻസ് ഓഫ് ജസ്റ്റിസ്. അവിടെ അതുകൊണ്ട് നമ്മളൊരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല. സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല. അതിനുള്ള ഏറ്റവും ഒരു നല്ല ഉദാഹരണം ഞാൻ ഒരിക്കൽ ഈ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചതാണ്. അതായത് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ കഥ നിങ്ങൾക്കറിയാം. അദ്ദേഹം ഒരു പെൺകുട്ടി ഡാൻസ് ചെയ്തിട്ട് പറഞ്ഞു, നിനക്ക് എന്താണ് വേണമെന്ന് രാജാവ് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ തലയാണ് വേണ്ടിയത്. ആ സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അത് രാജസദസ്സാണ്. അവിടെ റൂളേഴ്സ്, മറ്റ് രാജ്യത്തെ എല്ലാ ആളുകളും അവിടെ ഉണ്ട്. അവരുടെ മധ്യത്തിൽ വെച്ചാണ് ഈ പെൺകുട്ടി ഡാൻസ് ചെയ്യുന്നത്. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, എനിക്ക് എന്താ വേണ്ടത്? സ്നാപയോഹന്നാൻ്റെ തലയാണ് വേണ്ടത്. ആ വേദഭാഗത്ത് നിങ്ങളൊന്നുകൂടെ വായിക്കണം. ഒരു മനുഷ്യൻ പോലും പറഞ്ഞില്ല അത് തെറ്റാണ്. ഒരു മനുഷ്യനും. അവിടെ ഇരുന്നവരൊക്കെ അന്നത്തെ കാലത്ത് അറിവുള്ളവരായിരിക്കും. നോട്ട് ഈവൻ എ സിംഗിൾ പേഴ്സൺ സെഡ് എനിത്തിങ്. അനീതി നടക്കുമ്പോൾ, അസത്യം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ശബ്ദമുയർത്തണം. അതിനുവേണ്ടി നമ്മൾ ഇടപെടണം. അതാണ് ടേക്കിംഗ് റിസ്ക് ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ്. ഇത് നമ്മുടെ മുമ്പിലുള്ള വലിയ ഒരു ചലഞ്ചാണ്. ഒരു പക്ഷേ നമുക്ക് അതിനുള്ള ഒരു മനസ്സിനൊരു കോൺഫിഡൻസോ ഒരു ധൈര്യമോ ഇല്ലായിരിക്കും. എന്നാൽ അങ്ങനെ റിസ്ക് എടുത്ത ഒരുപാട് ആളുകളുണ്ട്. ഈയിടെ അന്തരിച്ച, നിങ്ങൾ ന്യൂസ് പേപ്പറിൽ വായിച്ചു കാണും, ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, TJS ജോർജ്. TJS ജോർജിനെ നേരിൽ കാണാനും പരിചയപ്പെടാനും എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ പഴയ സഭാ സെക്രട്ടറി വർക്കി ജോർജിൻ്റെ ഒരു ഫാമിലി ബന്ധമുള്ള ആളാണ്. ഒരിക്കൽ ബിഷപ്പ് ഹൗസിൽ വന്നപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടായി. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്.
എഴുതിയിട്ടുണ്ട്. TJS ജോർജിനെ ബീഹാർ ഗവൺമെൻറ് പിടിച്ച് ജയിലിലിട്ടു. എന്തിനാണ്? സർക്കാരിനെതിരായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ്. എങ്കിൽ പോലും ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ പത്രപ്രവർത്തകർക്ക്, മാധ്യമങ്ങൾക്ക്. എങ്കിലും അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത, വളരെ രസകരമായൊരു വാർത്ത. ഈ യുണൈറ്റഡ് നേഷൻസിലെ ഒരു എൻക്വയറി കമ്മീഷനുണ്ട്, സ്പെഷ്യലി ഫോർ ദി പാലസ്റ്റൈൻ. അപ്പോൾ ആ കമ്മീഷൻ്റെ ഡയറക്ടർ, അതിൻ്റെ ചീഫ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബോൺ ലേഡിയാണ്. അവരെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി. ഷീ ഈസ് ഫ്രം ചെന്നൈ. നവി പിള്ളൈ എന്നാണ് അവരുടെ പേര്. നവി പിള്ളൈ യുണൈറ്റഡ് നേഷൻസിൻ്റെ പാലസ്തീനു വേണ്ടിയുള്ള സ്പെഷ്യൽ കമ്മീഷൻ്റെ ഡയറക്ടറാണ്. അവരുടെ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു, ഇവിടെ ഇസ്രായേൽ പാലസ്തീനിൽ ചെയ്യുന്നത് ജനോസൈഡാണ്, അവിടെ ചെയ്യുന്നത് കൂട്ടക്കൊലയാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതാനായിട്ട് അവർ ധൈര്യം കാണിച്ചു. സാധാരണ എല്ലാവർക്കും പ്രസിഡന്റ് ട്രംപിനെയൊക്കെ ഭയമാണ്. എങ്കിൽ ഇവരുടെ റിപ്പോർട്ടിൽ അവരെഴുതി, ഇസ്രായേൽ ചെയ്യുന്നത് അനീതിയാണ്, കൂട്ടക്കൊലയാണ്, അത് തെറ്റാണ് എന്ന് അവർ പറയും. അതുകൊണ്ട് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്, ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബിലീവേഴ്സ് എന്നുള്ള നിലയിൽ എവിടെ അസത്യവും അനീതിയും കാണുമ്പോൾ അതിനെതിരായിട്ട് ശബ്ദം ഉയർത്താൻ, അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഇവിടെ വായിച്ച ഗോസ്പൽ പോർഷനിൽ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് വേണ്ടി നിൻ്റെ സഹോദരങ്ങളെ പോലും ഉപേക്ഷിക്കുന്നവനാ എന്നെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞാൽ ലിറ്ററലായിട്ട് അങ്ങനെ ഉപേക്ഷിക്കണമെന്നല്ല. അതൊരു വലിയ ചിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. ഏതറ്റം വരെ പോകാനും യു മസ്റ്റ് ബി വില്ലിങ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ പക്ഷെങ്കിൽ അതിനൊന്നും തയ്യാറല്ല. നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ സുഖമായിട്ട് കഴിയുന്നു, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ഞാൻ പറയുന്നില്ല, ഞാൻ മിണ്ടുന്നില്ല എന്ന് ഉള്ള നിലപാടാണ് മിക്കവാറും എപ്പോഴും ഉണ്ടാവുന്നത്. എന്നാൽ ഇന്ന് നമ്മളോട് പറയുന്നത് അങ്ങനെ ആയിരിക്കരുത്. യു മസ്റ്റ് ബി പ്രിപ്പയർഡ് ടു ടേക്ക് റിസ്ക് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു ആംഗ്ലേയ കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകൾ നമുക്ക് സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു ചെറിയ കവിത എഴുതിയിട്ടുണ്ട്. വളരെ പോപ്പുലറായിട്ടുള്ള, ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയാണ്. ആ കവിതയുടെ ടൈറ്റിൽ വൺ ലെസ് ട്രാവൽഡ്, ദ റോഡ് ദറ്റ് ഡൈവേർജ്ഡ്. ഒരു പക്ഷേ നമ്മുടെ സ്കൂളിലൊക്കെ അത് പഠിച്ചു കാണും. അതിൻ്റെ അകത്തെ അവസാനത്തെ 1-2 ലൈൻ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ "Two roads diverged in a yellow wood. I took the one less traveled by, and that has made all the difference." And that has made all the difference. എല്ലാവരും പോകുന്ന വഴി സുഖമുള്ള വഴിയാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മുടെ വഴി എന്ന് പറയുന്നത് കർത്താവിൻ്റെ വഴിയാണ്. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായി സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.